ഹലോ, എന്തായി പൊതിയുന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണേ അല്ലേ? 4 മണിക്ക് ചായ കുടിക്കാൻ പോണേ. പുതിയ ഐസ് നിങ്ങളെ കാണിക്കും. ഒരു ഇലയിൽ പൊതിഞ്ഞിരിക്കുക, വാഴയിലയിൽ പൊതിഞ്ഞൊരു പലഹാരമാണ്. ഓഹോ, എന്തൊരു മണം, നല്ല സ്മെല്ല്. വാഴയിലയിൽ ആവിയിൽ വേവിച്ചതാണേ. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട, മനസ്സിലായോ? ഇതാണ് ഉണക്കക്കപ്പ പൊടിച്ചുണ്ടാക്കിയ പുട്ട്. പണ്ട് മഴക്കാലത്ത് പക്ഷേ ആഹാരത്തിന് വേണ്ടി ആളുകൾ ഇങ്ങനെ ഉണക്കക്കപ്പ ഉണങ്ങി വയ്ക്കും. എന്നിട്ടത് പൊടിച്ച് ഇച്ചിരി തേങ്ങയൊക്കെ അധികം ഇടണം കേട്ടോ. ഇച്ചിരി ജീരകവും ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ പുട്ടിന് കുഴയ്ക്കുമ്പോൾ പോലെ തന്നെ കുഴച്ചിട്ട് വാഴയില, ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വാഴയില വെച്ചിട്ട് അതിൽ പൊടി വാരിയിട്ടിട്ട് പൊതിഞ്ഞ് കെട്ടി വേവിക്കുകയാണ്. വാഴയിലയിൽ ഇരുന്നത് ആവിയിൽ വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് പിള്ളേരെ. അപ്പം ജെൻസി പിള്ളേരൊന്നും ഇത് കഴിക്കില്ല, പക്ഷെ നമ്മളൊക്കെ കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതുകൊണ്ട് അത് ഇങ്ങനെ നാവിലുള്ളതുകൊണ്ട് ഇത് ഉണ്ടാക്കി തിന്നാൻ തോന്നുകയാണ്. അപ്പം ഞാൻ ഇന്നിങ്ങനെ മഴയല്ലേ കുറച്ച് കപ്പ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊടിച്ച് നല്ലോണം തേങ്ങയൊക്കെ ഇട്ടുണ്ട്. ഞാൻ തിന്നട്ടെ കേട്ടോ. വേറെ കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. കപ്പയുടെ പൊടി ആവിയിൽ ഈ ഇലയിൽ പൊതിഞ്ഞിട്ട് ആവിയിൽ വേവുമ്പോഴേ നൊസ്റ്റാൾജിയ വന്ന് കഴിക്കുമ്പോൾ. ഒരു ജെൻസി പിള്ളേർക്കൊന്നും ഇതൊന്നും അതിൻ്റെ രുചിയൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് തിന്നാനുള്ള മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഇത് മുഴുവൻ ഞാൻ തിന്നില്ല കേട്ടോ. അല്ല, മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പുട്ടിൻ്റെ തട്ടിൽ. അപ്പോൾ കുറച്ച് കഴിക്കണം, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയൊന്നും വീഡിയോയിൽ കാണിക്കുമ്പോൾ വെച്ചിട്ട് കാണിക്കണമല്ലോ, അതിന് വേണ്ടി നിർത്താം. 2 ദിവസം കൊണ്ട് തിന്ന് തീർക്കുള്ളൂ. അപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിക്കട്ടെ. ഓക്കെ, ബൈ, സി യു.